വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രിയായി നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ചെന്നൈ പാർക്ക് ടൗണിലെ നെഹ്റു സ്റ്റേഡിയത്തിൽ ഉച്ചകഴിഞ്ഞ് 3:15 സത്യപ്രതിജ്ഞ. 5 പാർട്ടികളിൽ നിന്നായി 120 MLA-മാരുടെ പിന്തുണ ലഭിച്ചതോടെ കേവല ഭൂരിപക്ഷം ഉറപ്പിച്ച വിജയ് അല്പം മുൻപ് ലോക് ഭവനിലെത്തി ഗവർണർ രാജേന്ദ്ര ആർലേക്കറെ കണ്ടിരുന്നു. VCKയും മുസ്ലിം ലീഗും പിന്തുണച്ചതോടെയാണ് വിജയ്ക്ക് കേവല ഭൂരിപക്ഷം ഉറപ്പിക്കാനായത്. ചെന്നൈയിൽ നിന്ന് CV അനുമോദ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അനുമോദ്, ദിവസങ്ങൾ നീണ്ടുനിന്ന അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ ഇപ്പോഴിതാ വിജയ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാനൊരുങ്ങുകയാണ്. അവിടെ ചെന്നൈ പാർക്ക് ടൗണിലെ നെഹ്റു സ്റ്റേഡിയത്തിൽ ഒരുക്കങ്ങളൊക്കെ പൂർണ്ണമാണോ? അനുശ്രീ, ഏറെ അനിശ്ചിതത്വങ്ങൾക്കും ആശങ്കകൾക്കും ഒക്കെ ഒടുവിലാണ് വിജയ് ഇപ്പോൾ സത്യപ്രതിജ്ഞയ്ക്ക് ഒരുങ്ങിയിരിക്കുന്നത്. നാളെ രാവിലെ 10 മണിക്കാണ് വിജയുടെ സത്യപ്രതിജ്ഞ ഇത് നിശ്ചയിച്ചിരിക്കുന്നത്. നേരത്തെ 3:15 അറിയിച്ചിരുന്നെങ്കിലും പിന്നീട് അത് രാവിലെ 10 മണിയിലേക്ക് മാറ്റി. രാവിലെ 10 മണിക്കാണ് വിജയുടെ സത്യപ്രതിജ്ഞ നടക്കുക. നമുക്കറിയാം, ഇന്ന് വലിയ അനിശ്ചിതത്വം നിലനിന്നിരുന്നു. ഇന്നുപോലും ഇതിൽ എപ്പോൾ ഓരോ കക്ഷികളുടെയും പിന്തുണ ഉറപ്പാക്കി വിജയ് ഗവർണറുടെ അടുത്ത് എത്തുമ്പോഴും 118 എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് എത്താൻ കഴിയാത്തൊരു സാഹചര്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടിരുന്നു. എന്നാൽ അവിടെ VCKയുടെ പിന്തുണ ഇന്ന് 4 മണിയോടെ അദ്ദേഹത്തിന് ഉറപ്പാക്കാൻ കഴിഞ്ഞതോടെ 118 എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് എത്താൻ സാധിക്കുകയും തൊട്ടു പിന്നാലെ IUML മുസ്ലിം ലീഗും അവരുടെ പിന്തുണ അറിയിച്ചതോടെ 120ലേക്ക് അദ്ദേഹത്തിന്റെ കേവല ഭൂരിപക്ഷം ഉയർന്നു. അങ്ങനെ സുരക്ഷിതമായ ഒരു സർക്കാർ രൂപീകരിക്കാൻ തനിക്കാകുമെന്ന് അദ്ദേഹം ഗവർണറെ ബോധ്യപ്പെടുത്തി. തുടർന്ന് അദ്ദേഹം 6:30യോടെയാണ് ഗവർണറെ കാണാനെത്തിയത്. അതിലും കുറച്ച് നാടകീയത ഉണ്ടായിരുന്നു. ആദ്യം അദ്ദേഹം രാജ്ഭവനിലേക്ക് പോകുന്ന വഴിയിൽ മടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം കണ്ടു. കാരണം ഗവർണർ കേരളത്തിലേക്ക് തിരിച്ചു പോകുന്നു, അതിനാൽ ഇന്ന് കാണാൻ സാധിക്കുകയില്ല എന്നൊരു വിവരം ലഭിച്ചതിനാലാണ് തിരിച്ചുപോയി. പക്ഷേ ഗവർണർ രാഷ്ട്രീയ സാഹചര്യം മാറിയതിൻ്റെ അടിസ്ഥാനത്തിൽ തമിഴ്നാട്ടിൽ നിന്ന് തുടരാൻ തീരുമാനിക്കുകയും വിജയ്ക്ക് 6:30 സമയം നൽകുകയും ചെയ്തു. തുടർന്ന് വിജയ് രാജ്ഭവനിലെത്തി 2 മണിക്കൂറോളം അദ്ദേഹം ഗവർണറുമായുള്ള കൂടിക്കാഴ്ച നീണ്ടു എന്നാണ് നമുക്ക് അറിയാനാകുന്നത്. 2 മണിക്കൂർ 8:30 ശേഷമാണ് അദ്ദേഹം പുറത്തിറങ്ങിയത്. ഈ 2 മണിക്കൂറിൽ സ്വാഭാവികമായിട്ടും സർക്കാർ രൂപീകരിക്കുന്ന നടപടിക്രമങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ ചർച്ചയിൽ വന്നു. അതിനുശേഷം അദ്ദേഹത്തിന് സർക്കാർ രൂപീകരിക്കാനുള്ള അനുവാദം ഗവർണർ നൽകുകയും ചെയ്തു. അങ്ങനെയാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായി നാളെ സത്യപ്രതിജ്ഞ ചെയ്യാൻ ഒരുങ്ങുന്നത്. രാവിലെ 10 മണിക്കാണ് അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞ നിശ്ചയിക്കുക. അദ്ദേഹത്തിനൊപ്പം 9 പേർ കൂടി ഉണ്ടാകും എന്നാണ് അറിയാനാകുന്നത്. അതിൽ തന്നെ TVKയിലെ പ്രമുഖ നേതാക്കളുണ്ടാകും. ആദവ് അർജുൻ, അതുപോലെ തന്നെ ചെങ്കോട്ടയ്യൻ, നിർമ്മൽ കുമാർ തുടങ്ങിയ പേരുകളൊക്കെ തന്നെ കേൾക്കുന്നുണ്ട്. അതിനപ്പുറം കോൺഗ്രസിൻ്റെ മന്ത്രിമാരും ഈ ഒരു മിനിസ്ട്രിയിൽ ഉൾപ്പെടുമെന്നാണ് അറിയാനാകുന്നത്. അങ്ങനെയാണെങ്കിൽ 1960 ശേഷം ആദ്യമായിട്ടായിരിക്കാം കോൺഗ്രസിൻ്റെ മന്ത്രിമാർ തമിഴ്നാട്ടിൽ അധികാരത്തിലെത്തുന്നത്. വലിയ രാഷ്ട്രീയ മാറ്റമാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഇതിലേറ്റവും പ്രധാനം DMKയുടെ സഖ്യകക്ഷികളായിരുന്ന CPM-ഉം CPI-യും അതേപോലെ തന്നെ VCKയും IUML-ഉം വിജയെ പിന്തുണയ്ക്കാൻ തീരുമാനമെടുത്തു എന്നുള്ളതാണ്. അതിന് DMK അനുവാദം നൽകുകയും ചെയ്തു. കാരണം രാഷ്ട്രീയമായ ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്ന സാഹചര്യം വന്നാൽ ഇവിടെ രാഷ്ട്രപതി ഭരണം വരികയും തുടർന്ന് അത് മറ്റൊരു തെരഞ്ഞെടുപ്പിലേക്ക് 6 മാസത്തിനപ്പുറം നീങ്ങുകയും ചെയ്യുന്ന സാഹചര്യമായിരിക്കും ഉണ്ടാവുക. അത് തീർച്ചയായിട്ടും തമിഴ്നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ ദോഷം ചെയ്യുന്നതാകും. ഒരുപക്ഷെ അടുത്തൊരു 6 മാസത്തിന് ശേഷം തെരഞ്ഞെടുപ്പ് വന്നാൽ ഇപ്പോൾ ലഭിച്ച സീറ്റുകൾ പോലും മറ്റ് പല കക്ഷികൾ കിട്ടാനുള്ള സാധ്യതയും ഉണ്ടാകില്ല. അങ്ങനെ പല കാരണങ്ങൾ മുന്നിൽ നിർത്തി വിജയ്ക്കെതിരെ മത്സരിച്ചവർ തന്നെ വിജയെ പിന്തുണയ്ക്കാനുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. അങ്ങനെയാണ് 120 എന്ന ആ മാന്ത്രിക സംഖ്യയിലേക്ക് വിജയ് എത്തിയത്. എന്നാണെങ്കിലും അനിശ്ചിതത്വങ്ങളും ആശങ്കകളും നാടകീയതയെല്ലാം തന്നെ അവസാനിച്ചിരിക്കുന്നു. ഇനി ദളപതി വിജയ് മുതലമേശ്വർ ജോസഫ് വിജയായി സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. അതായത് നാളെ രാവിലെ 10 മണിയുടെ ഈ ഒരു ചടങ്ങ് തമിഴ്നാടിൻ്റെ തന്നെ ജാതകം മാറ്റിക്കുറിക്കുന്നതാകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. എന്താണെങ്കിലും തമിഴ്നാട് ഒന്നാകെ വിജയ്ക്ക് വേണ്ടി വോട്ട് ചെയ്തവർ വലിയ ആവേശത്തിലാണ്, ആഹ്ലാദത്തിലാണ്. കാരണം അവരുടെ നായകൻ ജനനായകനായി മുഖ്യമന്ത്രിയായി നാളെ ചുമതലയേൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നിർണായക മാറ്റങ്ങളുടെ ഒരു ദിവസം കൂടിയാകും നാളെ. തമിഴ്നാട്ടിൽ നിന്നും CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. നാളെ മുഖ്യമന്ത്രിയായി വിജയ് സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. രാവിലെ 10 മണിക്കായിരിക്കും സത്യപ്രതിജ്ഞ. ഉച്ചയ്ക്ക് 3:15 സത്യപ്രതിജ്ഞ എന്നായിരുന്നു തുടക്കത്തിൽ അറിയിച്ചിരുന്നത്. അത് 10 മണിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അനുമോദാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.